നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സംസ്ഥാനത്തെ ബിജെപി സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു. ഡൽഹിയിൽ ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്നും തുടരും. പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ളയുടെയും കെ സുരേന്ദ്രന്റെയും പേരുകളാണ് പരിഗണനയിൽ. പത്തനംതിട്ടയിൽ അവകാശവാദം ഉന്നയിച്ച അൽഫോൺസ് കണ്ണന്താനത്തെ ഇടുക്കിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. സീറ്റ് ബിഡിജെഎസിന് നൽകിയെങ്കിലും ഒരു വച്ചുമാറ്റത്തിനുള്ള സാധ്യത നേതൃത്വം പരിശോധിച്ചു വരികയാണ്. കൂടുതൽ വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ തുടരുന്നു. കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്നെങ്കിലും ഒരു തീരുമാനമുണ്ടായേക്കുമോ? രഞ്ജിനി, ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 11 91 സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും യോഗം ചേരും. ഇന്നലെ ഏറെ വൈകിയാണ് യോഗം അവസാനിച്ചത്. ഛത്തീസ്ഗഡ്, ഒഡീഷ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ 91 സ്ഥാനാർത്ഥികളുടെ പേര് പ്രസിദ്ധീകരിക്കുന്നതിനോടൊപ്പം കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ പട്ടികയും തയ്യാറാക്കും എന്നാണ് അറിയുന്നത്. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പോലും കേരളത്തിലെ തർക്കം പരിഹരിക്കാൻ നേതൃത്വത്തിന് സാധിച്ചിരുന്നില്ല. പത്തനംതിട്ട ഉൾപ്പെടെ ഉള്ള 12 മണ്ഡലങ്ങളിലേക്ക് ഒന്നിലധികം പേരുകളാണ് സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരന്റെ പേരിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായം ഇല്ലാത്തത്. പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ള സാമുദായികമായി പിന്തുണ തനിക്കാണ് എന്ന തരത്തിൽ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കെ സുരേന്ദ്രൻ ശബരിമല വിഷയം ഉൾപ്പെടെയുള്ളവ കേരളത്തിൽ സജീവ ചർച്ചയായപ്പോൾ ബിജെപിയുടെ മുഖമായിരുന്ന കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കണം എന്നാണ് RSSന്റെ നിലപാട്. ഈ നിലപാട് RSS യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. PS ശ്രീധരൻപിള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നയിക്കണം എന്നും ഈ തെരഞ്ഞെടുപ്പ് മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണ്, BJPക്ക് എത്ര വോട്ട് കിട്ടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നായി കാണുന്ന തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതുമാണ് RSSന്റെ നിലപാട്. RSSന്റെ സമ്മർദ്ദത്തെ ഏത് നിലയിലായിരിക്കും കേന്ദ്ര നേതൃത്വം കാണുക എന്നത് സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ മാത്രമാണ് അറിയാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാനത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് പുറമെ കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. അത് ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായ ഇടം സ്ഥാനാർത്ഥി പട്ടികയെ നൽകണം എന്നുള്ളതാണ്. അൽഫോൺസ് കണ്ണന്താനം, ടോമടക്കൽ ഉൾപ്പെടെയുള്ളവരെ അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുകയും ചെയ്യും. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് 3-4 സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. വനിതാ പ്രാതിനിധ്യവും ഉറപ്പാക്കും. ഇത്തരത്തിൽ സംസ്ഥാനം നൽകിയിട്ടുള്ള പട്ടികയിൽ ഏതൊക്കെ തരത്തിലുള്ള വെട്ടലും തിരുത്തലും വേണം എന്നുള്ളത് ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി തന്നെയായിരിക്കും തീരുമാനിക്കുക. ഇന്ന് ചേരുന്ന യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സംസ്ഥാനത്തെ ബിജെപി സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു. ഡൽഹിയിൽ ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്നും തുടരുന്നു. വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും കെ പി അഭിലാഷ് നൽകിയത്. ശബരിമല വിഷയം BJPയെ സംബന്ധിച്ച് സുവർണാവസരമാണ് എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള തന്നെ പറഞ്ഞത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നടത്താൻ സംഘടനയ്ക്ക് ആയിട്ടില്ല. ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയിൽ പോലും ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ കടുത്ത തർക്കം നിലനിൽക്കുകയാണ്. രണ്ട് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്ത് സജീവമായിട്ടും BJPയിൽ തീരുമാനം വൈകുകയാണ്. സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത് BJPയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുമോ? ന്യൂസ് അജണ്ട ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വിഷയങ്ങളിലൊന്ന് ഇതാണ്. സ്ഥാനാർത്ഥി പട്ടിക വൈകിയത് BJPയെ കേരളത്തിൽ ദോഷകരമായി ബാധിക്കുമെന്ന് മുതിർന്ന നേതാവ് PP മുകുന്ദൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. BJPക്ക് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മുകുന്ദൻ. എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക വൈകിയത് ദോഷകരമായി ബാധിക്കും. ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി. വൈകി എന്നുള്ളത് സത്യമാണ്, പരമാർത്ഥമാണ്. വൈകാൻ പാടില്ലായിരുന്നു. ഈ സമയത്ത് ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു പ്രവർത്തകരുടെ ഇടയിൽ പോലും ആശയം കുഴപ്പം വരുന്ന തരത്തിലുള്ളതാ നേതൃത്വത്തിൻ്റെ ഈ ഒരു ശൈലി വളരെയധികം മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നതാണ് എന്ന് പറയാതെ വയ്യ. BJP കേരളത്തിൽ ലോക്സഭാ സീറ്റ് നേടുമെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ജ്യോത്സ്യനല്ലാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. നമുക്കിപ്പം രാഷ്ട്രീയത്തിൽ പ്രവചിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം നരേന്ദ്രമോദി വരും, രാഹുൽ വരും എന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ സാധ്യതകൾ വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം അനുകൂലമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുമെന്ന് നേതൃത്വം ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തീരുമാനം എടുത്തിട്ടില്ല. കുമ്മനം രാജശേഖരൻ അനുഗ്രഹം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുതിർന്ന നേതാക്കളെ പരിഗണിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം.
ഛത്തീസ്ഗഡിൽ 10 സിറ്റിംഗ് എംപിമാർക്ക് സീറ്റ് നിഷേധിച്ച് ബിജെപി. ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് തീരുമാനം. മുൻ മുഖ്യമന്ത്രി രമൺ സിംഗ് രാജ്നാഥ്ഗാവിൽ മത്സരിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. 11-ൽ 10 പുതുമുഖങ്ങളെ സ്ഥാനാർത്ഥികളാക്കാനാണ് നീക്കം. ഒഴിവാക്കിയ സിറ്റിംഗ് എംപിമാരുടെ ബന്ധുക്കൾക്ക് സീറ്റ് നൽകരുത് എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ആറ്റിങ്ങലിലെയും ആലപ്പുഴയിലെയും സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച് കോൺഗ്രസ്. അടൂർ പ്രകാശ് ആറ്റിങ്ങലിലും ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിലും മത്സരിക്കും. ഇന്നലെ രാത്രി 11:30 പുറത്തുവിട്ട പട്ടികയിൽ വടകരയും വയനാടും ഇടം നേടിയില്ല. വടകരയിൽ കെ മുരളീധരനും വയനാട്ടിൽ ടി സിദ്ദീഖും മത്സരിക്കാൻ തീരുമാനമായിരുന്നു. കേരളത്തിലെ 2 സ്ഥാനാർത്ഥികളോടൊപ്പം മഹാരാഷ്ട്രയിലെ 7 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ഇടത് വലത് കണക്കുകൾ മാറുകയാണ്. ലോക് താന്ത്രിക് ദളിന്റെ മുന്നണി മാറ്റവും ജയരാജന്റെ സ്ഥാനാർത്ഥിത്വവും ഉപയോഗിച്ച് വടകര തിരിച്ചുപിടിക്കാമെന്ന CPM കണക്കുകൂട്ടലുകൾക്ക് മുന്നിൽ മുരളിയുടെ സ്ഥാനാർത്ഥിത്വം വെല്ലുവിളി സൃഷ്ടിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇത്തവണ വടകര പിടിക്കാനാവില്ല എന്ന കണക്കുകൂട്ടലിൽ നല്ല സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിയാതെ കുഴങ്ങിയ UDF ക്യാമ്പിന് മുരളീധരന്റെ വരവ് സൃഷ്ടിച്ച ഉണർവ് ചെറുതല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭൂരിപക്ഷം വെറും 3000 മാത്രം. ലോക് താന്ത്രിക് ദൾ മുന്നണിയിലെത്തിയ അനുകൂല സാഹചര്യം. പി ജയരാജൻ സ്ഥാനാർത്ഥിയായതോടെ CPMന്റെ സംഘടനാ സംവിധാനങ്ങളുടെ എണ്ണയിട്ട യന്ത്രം പോലുള്ള പ്രവർത്തനം. മുല്ലപ്പള്ളിക്ക് പകരം ദുർബലരുടെ പേരുകൾ ഉയർന്നതോടെ മത്സരിക്കുന്നതിന് മുമ്പേ UDF പരാജയം സംബന്ധിച്ച പ്രതീതി. മണ്ഡലത്തിൽ ഇതുവരെ LDFന് അനുകൂലമായി നിന്ന ഈ സാധ്യതകൾക്ക് മുന്നിലാണ് കെ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥി വെല്ലുവിളി ഉയർത്തുന്നത്. കോൺഗ്രസിലെ കരുത്തനായ നേതാവ്. വടകരയിലെ വെല്ലുവിളി ഏറ്റെടുക്കാൻ കാണിച്ച ചങ്കൂറ്റം. ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകൾ ഒരുപോലെ സ്വാധീനിക്കാനുള്ള കഴിവ്. നേരത്തെ കോഴിക്കോട് 2 തവണ MP ആയിരുന്നപ്പോഴുണ്ടായ ജനകീയ മുഖം. മുരളീധരന്റെ വരവോടെ ജയരാജ വിരുദ്ധ വികാരം മുഴുവനായി ചൂഷണം ചെയ്യാൻ കഴിയുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ UDFന് പിന്തുണ പ്രഖ്യാപിച്ച RMP ക്യാമ്പിലും കരുത്തനായ സ്ഥാനാർത്ഥിയുടെ വരവ് ഊർജ്ജമാകും. പാർട്ടിയുടെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. വടകരയിലെ കോൺഗ്രസിനും UDFനും 100% വിജയം വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് ശ്രീ കെ മുരളീധരൻ്റെത്. 10 ദിവസം കൊണ്ട് ജയരാജൻ പ്രചരണ രംഗത്തുണ്ടാക്കിയ മുന്നേറ്റം, കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ തർക്കങ്ങളുണ്ടാക്കിയ മോശം പ്രതിച്ഛായ, ഇതെല്ലാം മുരളീധരന് മുന്നിലെ വെല്ലുവിളിയാണ്. മുരളീധരന്റെ വരവ് ഒരു വെല്ലുവിളിയും ഉയർത്തില്ലെന്നായിരുന്നു പി ജയരാജന്റെ പ്രതികരണം. അല്ല, കോൺഗ്രസിന്റെ തമ്മിലടിക്ക് ശേഷം ഒരാളെ അവർ കണ്ടെത്തിയിരിക്കുന്നു എന്നതല്ലാതെ അതിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര മണ്ഡലത്തിൽ നല്ല വിജയം നേടും എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. MLAമാരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് ഗതികേടുകൊണ്ടാണെന്ന കെ മുരളീധരന്റെ പ്രസംഗം കോൺഗ്രസിനെ തിരിഞ്ഞുകുത്തും. ഏതായാലും ജയരാജനെ പിടിച്ചുകെട്ടാൻ കെ മുരളീധരൻ തന്നെ കളത്തിലിറങ്ങുന്നതോടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി വടകര മാറിയിരിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. വടകരയിൽ അപ്രതീക്ഷിതമായി കരുത്തനായ സ്ഥാനാർത്ഥി എത്തിയതോടെ മുസ്ലിം ലീഗ് പ്രവർത്തകരും ആവേശത്തിലാണ്. സ്ഥാനാർത്ഥി മുരളീധരന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് 100 കണക്കിന് ലീഗ് പ്രവർത്തകരാണ് പ്രകടനത്തിൽ അണിചേർന്നത്. നാദാപുരത്തെ CPM മുസ്ലിം ലീഗ് സംഘർഷത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വടകരയിൽ പി ജയരാജൻ ഇടതു സ്ഥാനാർത്ഥിയായതോടെ UDF സ്ഥാനാർത്ഥി ശക്തനാവണമെന്ന് കോൺഗ്രസിനേക്കാൾ ആഗ്രഹിച്ചതും ലീഗുകാരാണ്. മുരളീധരനെ വടകരയിൽ എത്തിക്കാൻ RMPക്കൊപ്പം മുസ്ലിം ലീഗും കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടെ ലീഗ് ആവേശം പ്രകടമായി. വടകരയിൽ UDFന് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിളക്കമാർന്ന വിജയം വടകരയിൽ കെ മുരളീധരൻ ഉണ്ടാവും. അതിൽ പ്രവർത്തകന്മാരൊക്കെ ആവേശഭരിതരാണ്. കെ മുരളീധരന്റെ രംഗപ്രവേശനത്തോടുകൂടി എതിർപക്ഷത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള എല്ലാവിധ ദുഷ്പ്രചരണങ്ങൾക്കും മറുപടി നൽകിയിരിക്കുകയാണ് സ്ഥാനാർത്ഥിത്വം. പ്രചാരണ രംഗത്ത് ഒരുപടി മുന്നിലായ പി ജയരാജനൊപ്പമെത്താൻ കെ മുരളീധരന് പിന്തുണയുമായി ലീഗും RMPയും ഒപ്പമുണ്ട്. വടകര, നാദാപുരം, പേരാമ്പ്ര, പയ്യോളി, കൊയിലാണ്ടി എന്നിവിടങ്ങളിൽ നടന്ന പ്രകടനങ്ങളിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. ന്യൂസ് 18, വടകര. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സോഷ്യൽ മീഡിയ സേവനം നൽകുന്ന കമ്പനികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽ അറോറ ചർച്ച നടത്തി. സാമൂഹ്യ മാധ്യമങ്ങളിൽ പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ കമ്പനികൾ അംഗീകരിച്ചു. ട്വിറ്റർ, ഗൂഗിൾ, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഷെയർചാറ്റ്, ടിക്ടോക്ക് തുടങ്ങിയ കമ്പനികളുടെ പ്രതിനിധികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയത്.
മുൻകൂർ സർട്ടിഫിക്കേഷനുള്ള തെരഞ്ഞെടുപ്പ് പരസ്യങ്ങൾ മാത്രമേ സാമൂഹ്യ മാധ്യമങ്ങളിൽ പാടുള്ളൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കമ്പനികൾ സമ്മതിച്ചു. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് നിയമസഭയിൽ ഇന്ന് വിശ്വാസ വോട്ട് തേടും. 2 പേരുടെ രാജിയും മനോഹർ പരിക്കർ ഉൾപ്പെടെ 2 പേരുടെ മരണവും മൂലം 40 അംഗ നിയമസഭയിൽ നിലവിലെ അംഗബലം 36 ആണ്. ബിജെപിക്ക് 12 എംഎൽഎമാരാണ് ഉള്ളത്. മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി, ഗോവ ഫോർവേഡ് പാർട്ടി എന്നിവയുടെ 3 വീതം അംഗങ്ങളും 3 സ്വതന്ത്രരും ബിജെപിയെ പിന്തുണയ്ക്കുന്നുണ്ട്. 14 എംഎൽഎമാരുള്ള കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. എൻസിപിക്ക് 1 സീറ്റുണ്ട്. ഈ സാഹചര്യത്തിൽ വിശ്വാസ വോട്ട് നേടി നില ഭദ്രമാക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ ലോക്പാൽ നിലവിൽ വന്നു. പ്രധാനമന്ത്രി വരെയുള്ള ഏത് ഭരണ നേതൃത്വത്തിന്റെയും അഴിമതി അന്വേഷിക്കുന്നതിനുള്ള സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ് ലോക്പാൽ. സുപ്രീംകോടതി മുൻ ജഡ്ജി പിനാക്കി ചന്ദ്രഘോഷിനെ ലോക്പാൽ അധ്യക്ഷനായി നിയമിച്ച് രാഷ്ട്രപതിയുടെ ഉത്തരവിറങ്ങി. മറ്റ് ലോക്പാൽ അംഗങ്ങളെയും പ്രഖ്യാപിച്ചു. ലോക്പാൽ നിയമം പാസായി 7 വർഷത്തിന് ശേഷം രാജ്യത്തെ ആദ്യ ലോക്പാൽ നിലവിൽ വന്നു. സുപ്രീംകോടതിയുടെ നിർണായക ഇടപെടലാണ് ഇപ്പോഴെങ്കിലും ലോക്പാൽ നിലവിൽ വരാൻ കാരണമായത്. കഴിഞ്ഞ ദിവസമാണ് ആദ്യ ലോക്പാൽ അധ്യക്ഷനായി ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷിനെ നിയമിച്ചത്. നിയമനം രാഷ്ട്രപതി അംഗീകരിച്ചു. ജസ്റ്റിസുമാരായ ദിലീപ് ബസാലെ, പി.കെ. മൊഹന്തി, അഭിലാഷ കുമാരി, എ.കെ. ത്രിപാഠി എന്നിവരാണ് ലോക്പാലിലെ ജുഡീഷ്യൽ അംഗങ്ങൾ. ദിനേശ് കുമാർ ജെയിൻ, അർച്ചന രാമസുന്ദരം, മൈന്ദർ സിംഗ്, ഐ.പി. ഗൌതം എന്നിവരെ ലോക്പാൽ അംഗങ്ങളായി നിയമിച്ചു. ചെയർപേഴ്സണും 8 അംഗങ്ങളുമാണ് ലോക്പാലിന്റെ ഘടന. പകുതി ജുഡീഷ്യൽ അംഗങ്ങളാവണം. പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുന്ന ട്രസ്റ്റുകളും സൊസൈറ്റികളും ലോക്പാൽ പരിധിയിൽ വരും. ലോക്പാലിന് പരാതി ലഭിച്ച് 60 ദിവസത്തിനകം പരിഗണിക്കുകയും 6 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുകയും വേണം. വ്യാജ പരാതിയാണെങ്കിൽ പരാതിക്കാരന് 1 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി ലോകവാർത്തകൾ. ഇഡായി ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടാക്കുന്ന കെടുതി ദക്ഷിണപൂർവ്വ ആഫ്രിക്കയിലെ 26 ലക്ഷം ജനങ്ങളെ ബാധിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന. മേഖലയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണിത് എന്നും ഐക്യരാഷ്ട്ര സംഘടന. ദുരന്തത്തിന്റെ ഭീകരത ഇനിയും വ്യക്തമായിട്ടില്ല എന്ന് റെഡ് ക്രോസ് അറിയിച്ചു. മൊസാംബിക്കിൽ മാത്രം 1000 പേർ മരിച്ചുവെന്ന് പ്രസിഡന്റ് ഫിലിപ്പി ന്യൂസി പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും 170 കിലോമീറ്റർ വേഗത്തിലടിച്ച ചുഴലിക്കാറ്റ് മൊസാംബിക്കിലും തുടർന്ന് സിംബാബ്വേയിലും മലാവിയിലുമാണ് ദുരന്തം വിതച്ചത്. മാറ്റം വരുത്താതെ ബ്രെക്സിറ്റ് കരാർ വീണ്ടും പാർലമെന്റിൽ വോട്ടിനിടാൻ കഴിയില്ല എന്ന സ്പീക്കർ ജോൺ ബോർക്കയുടെ റൂളിംഗ് ബ്രിട്ടനെ പ്രതിസന്ധിയിലാക്കി. ഇതേ തുടർന്ന് ദീർഘനാളത്തേക്ക് ബ്രെക്സിറ്റ് നീട്ടിവെക്കണമെന്ന് ബ്രസൽസിലെ സമ്മേളനത്തിൽ അഭ്യർത്ഥിക്കാൻ മെയ് തയ്യാറെടുക്കുകയാണ്. സ്പീക്കറുടെ റൂളിംഗിനെക്കുറിച്ച് ചർച്ച നടത്തിയെങ്കിലും തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ ബ്രെക്സിറ്റ് തീയതി നീട്ടണമെന്ന് അഭ്യർത്ഥിച്ച് വ്യാഴാഴ്ചയ്ക്ക് മുമ്പായി യൂറോപ്യൻ യൂണിയൻ കൌൺസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ടസ്കിന് മെയ് കത്തെഴുതും. നിലവിൽ 29 അവസാനിക്കുന്ന കാലാവധി ജൂൺ 30 വരെ നീട്ടിച്ചോദിക്കാനാണ് സാധ്യത. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ശമ്പളത്തിൽ നിന്നും $1 ലക്ഷം ആഭ്യന്തര സുരക്ഷാ വകുപ്പിന് സംഭാവന നൽകി. കഴിഞ്ഞ ജനുവരിയിൽ ദേശീയ ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഒക്ടോബറിൽ ചെറുകിട വ്യവസായ വികസന സമിതിക്കും ഓരോ $1 ലക്ഷം വീതം നൽകിയിരുന്നു. വർഷം $4 ലക്ഷം ട്രംപിന്റെ ശമ്പളം. അതിന്റെ 1/4 സംഭാവന നൽകിയത്. ഡച്ച് നഗരമായ യൂട്രക്റ്റിൽ ആക്രമണം നടത്തി 3 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായവരുടെ എണ്ണം 3 ആയി. തിങ്കളാഴ്ച പിടിയിലായ തുർക്കി സ്വദേശി ഗോക്മാൻ ടാൻസിന് പുറമെ 2 പേരെ കൂടി ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഭീകരാക്രമണമാണോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. ആക്രമണത്തിൽ 9 പേർക്ക് പരിക്കേറ്റിരുന്നു. ക്രൈസ്റ്റ് ചർച്ച് നഗരത്തിലെ പള്ളികളിൽ ആക്രമണം നടത്തി 50 പേരെ കൊലപ്പെടുത്തിയ അക്രമിയുടെ പേര് ഉച്ചരിക്കില്ല എന്ന് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസിൻഡ ആൻഡേൺ. പേര് പറയുന്നത് അക്രമിക്ക് കൂടുതൽ പബ്ലിസിറ്റി നൽകും. കൊലയാളിയുടെ പേരല്ല, മറിച്ച് കൊല്ലപ്പെട്ടവരുടെ പേരുകളാണ് പറയേണ്ടതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ആക്രമണം നടന്നതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അതിനിടെ തിങ്കളാഴ്ചയ്ക്കകം രാജ്യത്ത് തോക്ക് നിയന്ത്രണ നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വീണ്ടും വാർത്തയിലേക്ക്. വിവാദങ്ങൾക്കിടെ നഴ്സുമാരുടെ സംഘടനയായ യുഎൻഎയുടെ ജനറൽ കൌൺസിൽ യോഗം ഇന്ന് തൃശൂരിൽ ചേരും. പണമിടപാടിലെ ക്രമക്കേടുകളെക്കുറിച്ച് ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ കണക്കുകൾ യോഗത്തിൽ അവതരിപ്പിച്ചേക്കും. സംഘടനയുടെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും 3 കോടിയോളം രൂപ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വഴിവിട്ട് നൽകിയെന്നാണ് മുൻ വൈസ് പ്രസിഡന്റ് സിബി മുകേഷിന്റെ ആരോപണം. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കവെയാണ് ജനറൽ കൌൺസിൽ ചേരുന്നത്.
അവകാശ പോരാട്ടങ്ങൾക്കായി സജീവമായി ഉണ്ടായിരുന്ന ഒരു സംഘടന ഇപ്പോൾ സാമ്പത്തിക തിരിമറികളുടെ പേരിൽ മുഖച്ഛായ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. നഴ്സുമാരുടെ സംഘടനയായ യുഎൻഎയുടെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും കോടികൾ വകമാറ്റിയെന്ന ആരോപണത്തിൽ വ്യക്തമായി തന്നെ മറുപടി പറയേണ്ടി വരും. ജനറൽ കൌൺസിൽ യോഗം ഇന്ന് തൃശൂരിൽ ചേരുമ്പോൾ കണക്കുകൾ അംഗങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഈ സാഹചര്യത്തിൽ ന്യൂസ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം ഇതാണ്: ആരോപണങ്ങൾ തെറ്റെന്ന് തെളിയിക്കാൻ ആകുമോ യുഎൻഎയ്ക്ക്? ഓച്ചിറയിൽ മാതാപിതാക്കളെ മർദ്ദിച്ച ശേഷം തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ ഇതുവരെ കണ്ടെത്താനായില്ല. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യപ്രതി റോഷന്റെ സുഹൃത്തുക്കളായ അനന്തു, ബിബിൻ എന്നിവരാണ് പിടിയിലായത്. റോഷനെയും മറ്റൊരു പ്രതിയെയും ഇതുവരെ പിടികൂടാനായിട്ടില്ല. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ കായംകുളത്ത് നിന്നും ഓച്ചിറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറിന്റെ ഉടമയെയും ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ റോഷന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം വീട്ടിൽ കയറി പെൺകുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. തടയാൻ ശ്രമിച്ച മാതാപിതാക്കളെ മർദ്ദിച്ച ശേഷമാണ് കാറിൽ കടത്തിക്കൊണ്ടുപോയത്. പെൺകുട്ടിയുടെ അച്ഛന്റെ ദേഹത്തും കൈക്കും പരിക്കേറ്റു. നാട്ടുകാരാണ് ഇവരെ രാത്രി ഓച്ചിറ സ്റ്റേഷനിൽ എത്തിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതരും അമ്മമാരും വീണ്ടും സമരവഴിയിൽ. ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ ഉറപ്പുകൾ അട്ടിമറിക്കപ്പെട്ടതോടെയാണ് സമരം ആരംഭിച്ചത്. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ സമരം സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് മാറ്റാനാണ് തീരുമാനം. സെക്രട്ടേറിയറ്റിനു മുന്നിലെ അമ്മമാരുടെ സത്യാഗ്രഹത്തിനും ദയാബായിയുടെ നിരാഹാര സമരങ്ങൾക്കുമൊടുവിൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ അട്ടിമറിക്കപ്പെട്ടതോടെയാണ് വീണ്ടും ദുരിതബാധിതർ സമരരംഗത്തിറങ്ങുന്നത്. അതിർത്തികൾ ബാധകമാക്കാതെ സഹായങ്ങൾ നൽകാമെന്ന ഉറപ്പാണ് പുതിയ ഉത്തരവിൽ അട്ടിമറിക്കപ്പെട്ടത്. കത്തുന്ന വെയിലിനെ അവഗണിച്ചും കുഞ്ഞുങ്ങളുമായി അമ്മമാർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. അവഗണന തുടരുകയാണെങ്കിൽ വോട്ട് ബഹിഷ്കരണമടക്കം ആലോചിക്കുമെന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി അറിയിച്ചു. ഈ ഒരു അവസരത്തിൽ സമരം വീണ്ടും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. കാസർഗോഡ് ഈ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് തന്നെ അമ്മമാർ സമരം നടത്തുന്ന രീതിയിലേക്ക് തീരുമാനിക്കാനാണ് ഏറെക്കുറെ ആലോചിച്ചു വരുന്നത്. നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങൾ ഉയർത്തി തുടർ സമരങ്ങൾക്കും ജനകീയ മുന്നണി ആലോചിക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് പോരാട്ടത്തിനുള്ള ആവേശം വീണ്ടും ശക്തമാകുന്നത്. രാപ്പകൽ എന്നില്ലാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയ എൻഡോസൾഫാൻ ദുരിതബാധിതർ സങ്കടാവസ്ഥയിൽ തന്നെ. സർക്കാർ വാഗ്ദാനം ചെയ്ത ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അതിർത്തികൾ ബാധകമാകാതെ സഹായങ്ങൾ നൽകാമെന്ന ഉറപ്പാണ് പുതിയ ഉത്തരവിൽ അട്ടിമറിക്കപ്പെട്ടത്. വീണ്ടും സമരം മാത്രമാണ് അവർക്ക് മുന്നിലുള്ള പോംവഴി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും സമരം നടത്താനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് ദുരിതബാധിതർ. ഈ അവസരത്തിൽ ന്യൂസ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം ഇതാണ്: വാക്കുപാലിക്കൽ ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? മലമ്പുഴ അകത്തേത്തറയിൽ വയൽ നികത്തി വില്ലകൾ പണിയാനുള്ള നീക്കത്തിനെതിരെ പാടശേഖര സമിതി രംഗത്ത്. നിർമ്മാണ പ്രവർത്തനം സമീപത്തെ കൃഷിസ്ഥലങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന പരാതിയെ തുടർന്ന് റവന്യൂ അധികൃതർ നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. മലമ്പുഴയ്ക്ക് സമീപം അകത്തേത്തറ ശാസ്താനഗറിലാണ് വില്ലകൾ പണിയാനായി വയൽ മണ്ണിട്ട് നികത്താൻ ശ്രമം തുടങ്ങിയത്. കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പാടം നികത്തുന്നത് നെൽകൃഷിയെ ബാധിക്കുമെന്നും തടയണമെന്നും ആവശ്യപ്പെട്ട് അകത്തേത്തറ പാടശേഖര സമിതി റവന്യൂ കൃഷി വകുപ്പ് അധികൃതർക്ക് പരാതി നൽകി. നെൽകൃഷി പാടെ നശിച്ചുപോവാണ്. കാരണം ഒഴുകി വരുന്ന വെള്ളം തടസ്സപ്പെടുത്തുകയല്ലേ. ഇവർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ വളരെ കർശന നിരോധനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അതും പാലിക്കാതെ വൻകിട ഭൂമുടമ മാഫിയ ആണെന്ന് പറയാം, അവരാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയൽ നികത്തുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകി. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത സ്ഥലത്താണ് നിർമ്മാണ പ്രവർത്തനമെന്നാണ് ഭൂ ഉടമയുടെ വിശദീകരണം. എന്നാൽ സമീപത്തെ വയലുകളെല്ലാം ഡാറ്റാ ബാങ്കിൽ ഉണ്ടായിട്ടും ഈ ഭൂമി മാത്രം ഉൾപ്പെടാതെ പോയത് എങ്ങനെയെന്നാണ് കർഷകർ ചോദിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. ശബരിമല നടയടയ്ക്കാൻ ഒരു ദിവസം ശേഷിക്കെ പമ്പയിലും സന്നിധാനത്തും സുരക്ഷ വർദ്ധിപ്പിക്കാൻ പോലീസ് തീരുമാനം. തമിഴ്നാട്ടിൽ നിന്ന് ശബരിമലയിലെത്തിയ സ്ത്രീകളെ തടഞ്ഞ സാഹചര്യത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത്. എഡിജിപി മനോജ് എബ്രഹാം ഇന്ന് ശബരിമലയിലെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തും.
ഉത്സവത്തിന് കൊടിയേറിയ ശേഷം ആദ്യ 7 ദിവസവും സമാധാനപരമായിരുന്നു കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം രാത്രി തമിഴ്നാട്ടിൽ നിന്നെത്തിയ സ്ത്രീകളെ കർമ്മസമിതി പ്രവർത്തകർ തടഞ്ഞതാണ് നേരിയ സംഘർഷത്തിലേക്ക് നയിച്ചത്. കർമ്മസമിതി പ്രവർത്തകന് പരിക്കേറ്റ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത്. പമ്പയിലും സന്നിധാനത്തും ശബരിമലയിലേക്കുള്ള പാതകളിലും കൂടുതൽ പോലീസിനെ വിന്യസിക്കാനാണ് തീരുമാനം. ADGP മനോജ് എബ്രഹാം നേരിട്ടെത്തി സുരക്ഷ വിലയിരുത്തും. ആറാട്ടിന് ശേഷം നാളെയാണ് നട അടയ്ക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ചടങ്ങുകൾ ഇന്നും നാളെയുമായി നടക്കും. ഉച്ചയ്ക്ക് ഉത്സവ ബലി ദർശനവും രാത്രി പള്ളിവേട്ടയും നടക്കും. അയ്യപ്പനെ ആനപ്പുറത്ത് ശരംകുത്തി വരെ എഴുന്നള്ളിച്ചാണ് പള്ളിവേട്ട നടക്കുക. ന്യൂസ് 18 സന്നിധാനം. ഇനിയും മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. MP-യും MLA-യും തമ്മിൽ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ. മണ്ഡലം നിലനിർത്താൻ സമ്പത്തും കോട്ട തകർക്കാൻ അടൂർ പ്രകാശും കളത്തിലിറങ്ങിയതോടെ പ്രചാരണാവേശത്തിലായി ആറ്റിങ്ങൽ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് BJP ക്യാമ്പിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വൈകിയെങ്കിലും നേരത്തെ തന്നെ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ പ്രചാരണത്തിന് തുടക്കമിട്ടിരുന്നു. മുൻമന്ത്രിയും കോന്നിയിലെ സിറ്റിംഗ് MLA-യുമായ അടൂർ പ്രകാശിന്റെ പരിചയസമ്പത്ത് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയം വേണ്ട, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി ഇവിടെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ എന്നെ ആ ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇവരോടൊപ്പം പങ്കിട്ടുകൊണ്ട് എല്ലാ ആളുകളെയും കാണാൻ വേണ്ടി വന്നിട്ടുള്ളൂ. UDF-ന്റെ മണ്ഡലം കൺവെൻഷൻ അടുത്ത ദിവസം ചേരും. നിയോജക മണ്ഡലം കൺവെൻഷനുകളും മേഖലാ കൺവെൻഷനുകളും പൂർത്തിയാക്കി പ്രചാരണത്തിൽ ഏറെ മുന്നിലാണ് ഇടതുമുന്നണി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് BJP പ്രവർത്തകരെ നിരാശരാക്കുന്നുണ്ട്. VS അനു, ന്യൂസ് 18. കന്നി വോട്ടർമാർ നിർണായകമായ കാസർഗോഡ് മണ്ഡലത്തിൽ ക്യാമ്പസുകളിൽ ഊന്നിയുള്ള പ്രചാരണവുമായി LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. 15-ലധികം ക്യാമ്പസുകളിലാണ് ഈ ദിവസങ്ങൾക്ക് ഉള്ളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. സതീഷ് ചന്ദ്രന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക നൽകിയത് നെഹ്റു കോളേജിലെ പഴയ സഹപാഠികളാണ്. കന്നി വോട്ടർമാർ 1 ലക്ഷത്തിലധികം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ക്യാമ്പസുകളിലെത്താനുള്ള തിരക്കിലാണ്. 7 നിയോജക മണ്ഡലങ്ങളിലും ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കുമ്പോഴേക്കും LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ വോട്ടഭ്യർത്ഥനയുമായി എത്തിയത് 15-ലധികം ക്യാമ്പസുകളിൽ കൂടിയാണ്. പഴയ വിദ്യാർത്ഥി നേതാവിനെ ആവേശത്തോടെ തന്നെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നതും. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥിയായ സ്ഥാനാർത്ഥി ഓരോ ക്ലാസ് മുറികളിലും വോട്ടഭ്യർത്ഥനയുമായി എത്തി. കെട്ടിവെക്കാനുള്ള തുക നൽകുന്നതും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ തന്നെ. രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാണ് വിദ്യാർത്ഥികളോട് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന. ഇടതുപക്ഷക്കാർ മാത്രമല്ല, ഇടതുപക്ഷത്തിന് പുറത്തുള്ള നിരവധി വോട്ടർമാർ ഇത്തവണ LDF-ന് വോട്ട് ചെയ്യും. കാസർഗോഡ് മണ്ഡലത്തിൽ ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ LDF ചെയ്യും. മധ്യവേനലവധിക്ക് മുമ്പ് പരമാവധി ക്യാമ്പസുകളിൽ നേരിട്ടെത്താനാണ് സതീഷ് ചന്ദ്രന്റെ തീരുമാനം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പോയ കാലത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് മുൻ കൃഷിമന്ത്രിയും പലതവണ MLA-യുമായ സിറിയക് ജോൺ. അടിയൊഴുക്കുകളും കാലുവാരലുമെല്ലാം ഇന്നത്തെ പോലെ അന്നുമുണ്ടായിരുന്നുവെന്ന് ഈ കോൺഗ്രസ് നേതാവ് പറയുന്നു. ഓർമ്മകളിൽ ഇപ്പോഴും പഴയ തെരഞ്ഞെടുപ്പ് കാലമുണ്ട്. പക്ഷേ ഓർത്തെടുക്കാനാവുന്നില്ല പല കാര്യങ്ങളും. മുൻകാല കോൺഗ്രസ് നേതാവിൻ്റെ പ്രായം ഓർമ്മകൾക്ക് മേൽ അത്രത്തോളം പിടിമുറുക്കിയിട്ടുണ്ട്. മലയോര മേഖലയിൽ കോൺഗ്രസിന് ആളും അർത്ഥവും നൽകിയ നേതാവായിരുന്നു സിറിയക് ജോൺ. 1970-ൽ കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തി. പിന്നീട് ബത്തേരി, തിരുവമ്പാടി മണ്ഡലങ്ങളിൽ നിന്നായി പലതവണ ജയിച്ചു കയറി കൃഷിമന്ത്രിയായി. അടിയൊഴുക്കുകളും കാലുവാരലും അന്നും ഒട്ടും കുറവില്ലായിരുന്നുവെന്ന് സിറിയക് ജോൺ. ചിലയിടത്തൂടെയൊക്കെ ഉണ്ടെന്നുള്ള അല്ലാണ്ട് എനിക്കൊന്നും അതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ സ്ട്രോങ് A ഗ്രൂപ്പുകാരനായിരുന്നു, ആണ്. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം, അതിലൊന്നും ഒരു ഒളിച്ചുകളിയില്ല. പക്ഷേ ഒരു കാലുവാരലുണ്ടായെന്ന് എനിക്ക് അഭിപ്രായമില്ല അവിടെ. കാരണം ഇത് ലീഡർഷിപ്പ് കുറേ കൂടി ഇതിനകത്തൊക്കെ ഒരു വ്യക്തമായ നിലപാടെടുക്കണം. ആ ഒരു നിലവാരം വിട്ടിട്ടുള്ള ഈ ഗ്രൂപ്പ് പ്രവർത്തനത്തിലേക്ക് പോകരുതെന്ന് അവർ കർക്കശമായിട്ട് നിയന്ത്രിക്കണം. അതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. A ഗ്രൂപ്പിലാണെങ്കിലും K കരുണാകരനുമായി നല്ല വ്യക്തിബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ബത്തേരിയിൽ സ്ഥാനാർത്ഥിയായത്.
കരുണാകരനുമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ അയക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാളുടെ നിലപാടുകളെ പറ്റി ഉള്ള ശക്തമായ അഭിപ്രായവും വ്യത്യാസവും അത് കഴിയുന്നത്ര അയാളോട് തന്നെ പറയുകയും പിന്നെ ആ ലൈനിലേക്ക് പ്രവർത്തകരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പ്രായം 86 പിന്നിട്ട സിറിയക് ജോൺ കോഴിക്കോട് ചേവായൂരിലെ അപ്പാർട്ട്മെന്റിലാണ് താമസം. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്.